നമുക്ക് ഇനി പോകേണ്ടത് നിയമപ്രശ്നങ്ങളെക്കുറിച്ച്, പരിഹാര നിർദ്ദേശങ്ങളെക്കുറിച്ചൊക്കെ പറയുന്ന നമ്മുടെ പങ്ക്തിയിലേക്കാണ്. കാണാം നോട്ട് ദ ലോ പോയിന്റ് വിത്ത് ആതിര ടി. മഴക്കാലമാണ്. അയൽവാസിയുടെ മരം വീടിനു നേരെ ചാഞ്ഞു നിൽക്കുന്നതിൽ ആശങ്കയുണ്ടോ? മുറിച്ചു മാറ്റാൻ പറഞ്ഞിട്ടും അവർ അതിന് തയ്യാറാകുന്നില്ലല്ലേ? എന്തു ചെയ്യും? വഴിയുണ്ട്, നോക്കാം. നോട്ട് ദ ലോ പോയിന്റ്. പുരയ്ക്കുമേൽ ചാഞ്ഞു നിൽക്കുന്നത് പണം കായ്ക്കുന്ന മരമെങ്കിലും വെട്ടിക്കളയണമെന്നാണ് പറയാറുള്ളത്. പക്ഷേ ആ മരം നമ്മുടേതല്ലെങ്കിൽ വെട്ടാൻ കഴിയുമോ? ചാഞ്ഞു നിൽക്കുന്ന, ഇപ്പോൾ വീഴാം എന്ന മട്ടിലുള്ള മരം അയൽക്കാരന്റെ പറമ്പിലാകും വേരാഴ്ത്തിയത്. അവരാകട്ടെ നമ്മൾ പറഞ്ഞാൽ കേൾക്കുകയുമില്ല. പിന്നെ എന്തു ചെയ്യും? ആദ്യം നമുക്ക് ഗ്രാമപഞ്ചായത്തിലോ മുനിസിപ്പാലിറ്റിയിലോ പരാതി നൽകാം. പഞ്ചായത്ത് സെക്രട്ടറിക്കോ മുനിസിപ്പാലിറ്റി സെക്രട്ടറിക്കോ ആണ് പരാതി നൽകേണ്ടത്. പഞ്ചായത്ത് രാജ് ആക്ട് 238 വകുപ്പ് പ്രകാരം മരം മുറിച്ചു മാറ്റാൻ സെക്രട്ടറിക്ക് അധികാരമുണ്ട്. എന്നിട്ടും പരിഹാരമായില്ലെങ്കിലോ നിങ്ങളുടെ അധികാര പരിധിയിലുള്ള റവന്യൂ ഡിവിഷണൽ മജിസ്ട്രേറ്റിന് ഒരു പരാതി നൽകാം. വക്കീൽ മുഖേനയോ അല്ലെങ്കിൽ സ്വന്തമായോ പരാതി നൽകാവുന്നതാണ്. ക്രിമിനൽ നടപടിക്രമം 133 വകുപ്പ് പ്രകാരം അപകടകരമായ സാഹചര്യങ്ങൾ നീക്കം ചെയ്യാൻ RDOയ്ക്ക് അധികാരമുണ്ട്. നിങ്ങൾ സമർപ്പിച്ച ഈ പരാതി അടിയന്തരമായി പരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് അധികാര പരിധിയിലുള്ള തഹസീൽദാർക്കോ വില്ലേജ് ഓഫീസർക്കോ RDO പരാതി കൈമാറും. അധികൃതർ മരം മുറിച്ചു മാറ്റാൻ നിർദ്ദേശവും നൽകും. ഇനി നിർദ്ദേശം പാലിക്കാൻ ഉടമസ്ഥൻ തയ്യാറായില്ലെങ്കിൽ തഹസീൽദാർക്കോ വില്ലേജ് ഓഫീസർക്കോ മരം മുറിച്ചു മാറ്റാം. ഇതിന് ചിലവാകുന്ന തുക എതിർകക്ഷിയിൽ നിന്ന് ഈടാക്കും. ഈ മരം വീണ് ആളപായമോ മറ്റ് നാശനഷ്ടങ്ങളോ ഉണ്ടായാൽ നഷ്ടപരിഹാരം വാങ്ങിക്കാനും നിയമമുണ്ട്. അപ്പോൾ ടെൻഷൻ മാറിയില്ലേ? പുരയ്ക്കുമേൽ ചാഞ്ഞു നിൽക്കുന്ന മരം വെട്ടാം. വെട്ടാൻ തയ്യാറാകാത്തവർക്കെതിരെ പരാതി നൽകാം. നിയമം ഇങ്ങനെയാണ്. ഉറപ്പായും നടപടിയുണ്ടാകും.